ചേരിചേരാ നയം മാറ്റി ഇന്ത്യ എല്ലാ രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അകലം പാലിക്കുക എന്ന പതിറ്റാണ്ടുകളായുള്ള ഇന്ത്യയുടെ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായത് എന്ന് നരേന്ദ്രമോദി. എല്ലാ രാജ്യങ്ങളുമായി കടുത്ത ബന്ധം പുലർത്തുകയെന്ന് ഇന്നത്തെ നയമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. കോൺഗ്രസ് സർക്കാരുകളുടെ ചേരിചേരാ നയത്തെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഒട്ടേറെ ആദ്യ സംഭവങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത് ഭാഗ്യമാണെന്നും 45 വർഷത്തിനിടെ പോളണ്ട് സന്ദർശിക്കുന്നത് ആദ്യ പ്രധാനമന്ത്രി എന്ന നാട്ടിൽ വലിയ വാർത്തയാണ്. ആസ്ട്രേലിയയിൽ അടുത്തിടെ നടത്തിയ സന്ദർശനവും 40 വർഷത്തിന് ശേഷം എന്നതും പ്രത്യേകതയുണ്ട്. പോളണ്ടിൽ നിന്ന് പ്രധാനമന്ത്രി മോദി നേരെ യുക്രൈനിലേക്ക് പോകും. വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് വിദ്യയ്ക്ക് PhD പഠനത്തിന് ഒരു തടസ്സവുമാവില്ല, സമിതി റിപ്പോർട്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയായ മുൻ SFI നേതാവ് കെ വിദ്യയ്ക്ക് PhD പഠനം തുടരാൻ വഴിയൊരുക്കി കൊടുത്ത് കാലടി സർവകലാശാലയുടെ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട്. വിദ്യയ്ക്ക് ഗവേഷണം തുടരാൻ തടസ്സമില്ലെന്ന് കാലടി സർവകലാശാല നിയമിച്ച ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകി. വിദ്യ ഗവേഷണം തുടരുന്ന കാര്യത്തിൽ അടുത്ത അക്കാദമിക് കൗൺസിൽ യോഗമാകും തീരുമാനമെടുക്കുക. വിദ്യയ്ക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായിരിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. ഗസ്റ്റ് ലെക്ചറർ നിയമനത്തിന് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിലായിരുന്നു പോലീസ് അറസ്റ്റ്. അപ്പോൾ കാലടി സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു വിദ്യ. ബോംബ് ഭീഷണി. ശുചിമുറിയിലെ ടിഷ്യൂ പേപ്പറിൽ 135 യാത്രക്കാരെയും ചോദ്യം ചെയ്യും. മുംബൈ തിരുവനന്തപുരം എയർ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള സന്ദേശം കണ്ട് ശുചിമുറിയിലെ ടിഷ്യൂ പേപ്പറിൽ ഇതേ തുടർന്നാണ് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിംഗ് വിവരം അറിയിച്ച് സംഭവത്തിൻ്റെ അന്വേഷണം പോലീസ് ഏറ്റെടുക്കുകയും വ്യാജ സന്ദേശമാണെന്നാണ് നിലവിലെ നിഗമനം. യാത്രക്കാരിൽ ആരെങ്കിലുമാണോ സന്ദേശം എഴുതിയതെന്നാണ് സംശയം. ഇതോടെ 135 യാത്രക്കാരെയും ചോദ്യം ചെയ്തതിനു ശേഷമാണ് ലഗേജുകൾ വിട്ടുകൊടുക്കുക എന്നറിയുന്നു. പരിശോധനയിൽ ബോംബ് കണ്ടെത്താനായില്ല. മുംബൈയിലേക്ക് പകരം വിമാനം ഏർപ്പെടുത്തുമെന്നും അറിയുന്നു. ജനസംഖ്യാ സെൻസസ് അടുത്ത മാസം. റിപ്പോർട്ട് 2026. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിലെ സെൻസസ് അടുത്ത മാസം ആരംഭിക്കും. സെൻസസ് പൂർത്തിയാക്കാൻ 18 മാസം വേണ്ടിവരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 2026 മാർച്ചിൽ സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2021 ഫെബ്രുവരി മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. നടൻ വിജയ് തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ പതാക പുറത്തിറക്കി. സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയത് വിജയുടെ രാഷ്ട്രീയ ഭാവിയുടെ ആദ്യ ചുവടുവയ്പായി പതാക അനാച്ഛാദനം വിലയിരുത്തപ്പെടുന്നു. MGR, കമലഹാസൻ, വിജയകാന്ത് തുടങ്ങിയവരുടെ പുറകെ വിജയും രാഷ്ട്രീയ പരീക്ഷണത്തിന് തയ്യാറെടുപ്പാണ് നടത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് പാർട്ടി ഉണ്ടാക്കുമെന്ന് കാത്തിരുന്നവർ എല്ലാം നിരാശരായി. ആ സാഹചര്യത്തിലാണ് വിജയ് രംഗത്തിറങ്ങുന്നത്. ഈ കാലത്തെ രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നത് നിസ്സാര കാര്യമല്ല, ബാലികേറ മല തന്നെയാണ്. രജനികാന്ത് അത് തിരിച്ചറിഞ്ഞുവെന്നാണ് ചിലർ വിലയിരുത്തുന്നത്. വിജയ് ക്ലച്ച് പിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹൈക്കോടതി ഇടപെടൽ. റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് കോടതി. കമ്മീഷൻ റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. സർക്കാർ വിശദമായി സത്യവാങ്മൂലം കോടതിയിൽ നൽകണമെന്നും എന്തെല്ലാം നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനിതാ കമ്മീഷൻ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേസ് എടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും പരാതിയുമായി ആരും മുന്നോട്ട് വന്നില്ലെന്നുമാണ് സർക്കാർ പറയുന്നത്.
കമ്മിറ്റി റിപ്പോർട്ട് ആധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തുമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് പൊതു താൽപ്പര്യ ഹർജിയിലെ ആവശ്യങ്ങൾ. റിപ്പോർട്ടിൽ ക്രിമിനൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കഴിയാവുന്ന സംഭവങ്ങൾ ഉണ്ടെന്നും പറയുന്നു. സിനിമ കോൺക്ലേവുമായി മുന്നോട്ടു പോകും, തടയുമെന്ന് പ്രതിപക്ഷ നേതാവ്. സമഗ്ര പുരോഗതിയെന്ന് മന്ത്രി. സിനിമ കോൺക്ലേവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിലൂടെ സിനിമയുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമിടുന്നതെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല, ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ചെന്നും കോൺക്ലേവിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കൊല്ലം പൂഴ്ത്തിവെച്ചത് എന്ത് ഉദ്ദേശത്തോടെയാണോ അതെല്ലാം തകിടം മറിഞ്ഞു. ക്രമേണ എല്ലാം പുറത്തു വരുമ്പോൾ ചീഞ്ഞു നാറലുകൾ ഉണ്ടാകുമെന്നും സമഗ്ര അന്വേഷണവും കേസെടുക്കുകയും വേണമെന്നും ഒരു വിഭാഗം സിനിമാക്കാർ തന്നെ പറയുന്നു.